6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുവാവയാണ് ഈ ചൂടൊക്കെ കൂടിയ ഒരു സമയമായപ്പോൾ കുഞ്ഞുവാവ മൂത്രമൊഴിക്കുന്നത് ഇത്തിരി താഴ്ന്നതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ചൂട് കാലാവസ്ഥയിൽ അമ്മമാർക്കൊക്കെ ഭയങ്കര ദാഹം വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും 6 മാസത്തിൽ താഴെയുള്ള വാവയാണെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും എക്സ്ട്രാ വെള്ളം കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കൃത്യമായിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലൈമറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്തെന്നറിയോ, കുഞ്ഞുമാവന്മാർക്ക് എന്തെങ്കിലും ഒരു ഡ്രൈനെസ് വായിൽ വന്നാൽ അല്ലെങ്കിൽ കൂടുതൽ ദാഹം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂട് കുഞ്ഞുമാവയുടെ വായിൽ ചൂട് അമ്മയുടെ നിപ്പിളിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അമ്മയുടെ നിപ്പിളും അതിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറയുന്ന സ്ഥലവും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഈ ഒരു കുഞ്ഞുവാവയുടെ ദാഹം അല്ലെങ്കിൽ വിശപ്പ് അനുസരിച്ചിട്ടാണ് റിഫ്ലക്സ് മെക്കാനിസം വഴി അമ്മയുടെ ബ്രെയിൻ കുഞ്ഞുവാവയ്ക്ക് വേണ്ട രീതിയിലുള്ള പാല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് കുഞ്ഞുവാവയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വേറൊരു ഫ്ലൂയിഡ് ലിക്വിഡ് ഒന്നും തന്നെ കുഞ്ഞുവാവയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. കുഞ്ഞുവാവയ്ക്ക് നമ്മൾ പാല് കൃത്യമായി കൊടുക്കുന്നത് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം ആദ്യം വരുന്ന പാല് ഫോം മിൽക്ക് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കുഞ്ഞുവാവയുടെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് വാട്ടർ കണ്ടന്റ് ആയിരിക്കും കൂടുതലായിട്ടുമുള്ള. പിന്നീട് വരുന്ന പാല്, അതായത് ഒരു അവസാന ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് വരുന്ന മിൽക്കിലാണ് കൂടുതലായിട്ട് ന്യൂട്രിയൻസും മിനറൽസും മറ്റ് പ്രോട്ടീൻസും ഒക്കെ ഉള്ളത്. ആ ഒരു സമയം നമ്മൾ ആദ്യം ഒന്ന് കൊടുത്ത് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് വരുന്ന മിൽക്ക് വരുന്നതിൻ്റെ തോത് ഇത്തിരി കുറവായിരിക്കും എന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കുഞ്ഞുവാവയ്ക്ക് പാൽ കൊടുക്കുക. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കുഞ്ഞുവാവയുടെ അമ്മ നന്നായി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നന്നായി വെള്ളം കുടിക്കുക, ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, മെൻ്റലി കുറച്ച് കൂളായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. എൻജോയ് യുവർ പാരൻറ്റിങ്.